നമസ്കാരം. 11 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കണമെന്ന് വാശിയുണ്ടായിരുന്നത് മുസ്ലിം ലീഗിനായിരുന്നു. ഇന്നലെയാണ് ജി സുകുമാരൻ നായർ ഇതിനെതിരെ ശക്തമായി രംഗത്തു വന്നത്. എന്നാൽ അതിനുശേഷം സുകുമാരൻ നായർക്ക് കടുത്ത വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഏൽക്കേണ്ടി വന്നത്. ഒരു തരത്തിൽ പാർട്ടിയെ ചിലർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പദത്തോടു കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ തൻ്റെ സമൂഹ മാധ്യമത്തിൽ വ്യക്തമായി തന്നെ ഒരു കുറിപ്പെഴുതിയിട്ടുണ്ട്. ജി സുകുമാരൻ നായരാണോ നാവടക്കേണ്ടത് എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ ആ കുറിപ്പിൽ കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ബാഹ്യശക്തികൾ പാർട്ടിയിൽ പിടിമുറുക്കി എന്ന് അദ്ദേഹം പറഞ്ഞത്, ആ ബാഹ്യശക്തികൾ ഏതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അത് ഭയം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. എന്തായാലും ജി സുകുമാരൻ നായരാണോ നാവടക്കേണ്ടത് എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ എഴുതിയ ആ ഒരു കുറിപ്പ് ഞാൻ വായിക്കാം. കേരളം ഒരു അഗ്നിപർവ്വതത്തിനു മുകളിലാണ്. ഏതു സമയവും അത് പൊട്ടാം. പ്രത്യേക മതവർഗീയ ശക്തി വേഷപ്രച്ഛന്നരായി ഉള്ളിൽ കടന്നുകയറിയിരിക്കുകയാണ്. കേരളം അത് ഗൗരവത്തോടെ കാണുന്നില്ല. മതവർഗീയ ശക്തികൾക്ക് കിട്ടിയ പിടിവള്ളിയാണ് മുഖ്യമന്ത്രി വിവാദം. അത് അവർ സമർത്ഥമായി ഉപയോഗിക്കുന്നു. ഈ വിവാദമുണ്ടായില്ലെങ്കിലും കേരളം പുകയും. ഇതൊരു ടെസ്റ്റ് ഡോസ്. ഇതു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ നടുകഷണം നോക്കി അമ്പെയ്തു തുടങ്ങും. ഒരു വ്യക്തിയുടെ വൈഭവം കൊണ്ടാണ് വിസ്മയകരമായ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന വാദത്തിന് ഇപ്പോൾ കിട്ടുന്ന ഫലം കണക്കുകൂട്ടിയാണ് മതവർഗീയതയുടെ മുന്നേറ്റം സംബന്ധിച്ച ഗ്രാഫ് മുന്നോട്ട് വെച്ച് ഇനി വിലപേശാൻ പോകുന്നത്. തുടക്കത്തിൽ അവർക്ക് ഇതിൽ ഇടപെടുന്നതിൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ സമയം പാകമായി എന്ന് അവരെ നിയന്ത്രിക്കുന്ന ബാഹ്യശക്തികളുടെ പരീക്ഷണ നാളിയിൽ സിഗ്നൽ എത്തിയതോടെയാണ് അവർ കർമ്മനിരതരായത്. അതാണ് NSS നേതാവ് ജി സുകുമാരൻ നായർ ഇന്നലെ വൈകി ഇതിന്മേൽ ശക്തമായി പ്രതികരിച്ചത്. ഇന്നു രാവിലെ ഏഷ്യാനെറ്റിലെ ഒരു കോന്തൻ ഇതിൻ്റെ പേരിൽ ജി സുകുമാരൻ നായരെ പുലഭ്യം വിളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രതികരിക്കാൻ ജി സുകുമാരൻ നായർക്ക് എന്ത് അവകാശമെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ആരാണ് ഇയാൾ? ഇതെല്ലാം ചോദിക്കാനുള്ള അവകാശം ഏത് ഏഭ്യനാണ് ഇയാൾക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്? മര്യാദ വേണ്ടേ? ചാനൽ ഉടമ ഇതെല്ലാം എന്തുകൊണ്ടാണ് വകവെച്ച് കൊടുക്കുന്നത്? സമുദായ നേതാക്കൾ എന്നു മുതലാണ് ഈ ചാനലിന് നികൃഷ്ടജീവികളായത്? ഈ കോന്തൻ മര്യാദയില്ലാതെ ഇങ്ങനെ സംസാരിച്ചാൽ കരണക്കുറ്റിക്ക് അടിച്ചു പൊട്ടിക്കലാണ് വേണ്ടത്. ഞാൻ ജി സുകുമാരൻ നായരുടെ സമുദായക്കാരനോ പരിചയക്കാരനോ അല്ല. പക്ഷേ ഈ കളി അനുവദിച്ചുകൂടാ. ജീവിതത്തിൽ ഒരു മൊട്ടുസൂചിയുടെ സഹായം പോലും ലഭിച്ചിട്ടുമില്ല. പക്ഷേ ഇതുപോലെ ഒരു ലെഗസിയുടെ ഭാഗമായിട്ടുള്ളവരെ ആദരിക്കാനറിയാം. അതെൻ്റെ കടമയാണ്. മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ ജി സുകുമാരൻ നായർക്ക് എന്ത് അധികാരമെന്നാണ് കേരളത്തിലെ വാടകയ്ക്കെടുത്ത ചാനൽ പ്രഭുക്കൾ ഇന്നലെ രാത്രി ചാനൽ ചർച്ചയിൽ ചോദിച്ചത്. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ശിഥിലീകരണ ശക്തികളുടെ കൈക്കോടാലിയായി വേഷപ്രച്ഛന്നനായി പ്രവർത്തിക്കുന്ന NP ചെക്കുട്ടിക്ക് ഇതിൽ അന്തിമ വിധി പ്രഖ്യാപിക്കാൻ എന്താണ് അവകാശം? എനിക്ക് സഹോദര തുല്യനാണ് ചെക്കുട്ടി. പക്ഷേ ഇപ്പോൾ ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് ചെക്കുട്ടി വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്? ചെക്കുട്ടിയുടെ പഴയ ദർശനങ്ങൾ കാശിക്ക് പോയോ? BJP ഈ വിവാദത്തിൽ നോക്കുകുത്തിയായി ഇരിക്കുകയാണ്. ഏതറ്റം വരെ പോകുമെന്നാണ് BJP നോക്കുന്നത്? മാധ്യമങ്ങളും അഭിനവ ബുദ്ധിജീവികളും കപട സാംസ്കാരിക നായകരും അറിഞ്ഞോ അറിയാതെയോ കളം നിറഞ്ഞു കളിക്കുകയാണ്. ഒരു പ്രത്യേക മതവർഗീയ ശക്തിയുടെ കയ്യിലേക്ക് കേരളത്തെ എത്തിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ അവരുടെ ലക്ഷ്യം. കേരളത്തിൽ മതവർഗീയതയുടെ നങ്കൂരമുറപ്പിക്കാൻ ഈ കീടങ്ങൾക്ക് ആദ്യം വേണ്ടത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും തകർക്കുക എന്നതാണ്. അതാണ് ഇരുവരെയും അസഭ്യം പറഞ്ഞ് വയനാട്ടിലിറങ്ങിയ നോട്ടീസ് ഞൊടിയിടയിൽ ദില്ലിയിലെത്തിയത്. ദില്ലിയിലെ മാധ്യമങ്ങൾ പരമ്പരാഗതമായി കോൺഗ്രസിന് ചേർന്നു നിൽക്കുന്ന പാർട്ടി ഈ നേതാക്കളെ പൊതുനിരത്തിൽ പുലഭ്യം വിളിക്കുന്നത് കണ്ടപ്പോൾ അവരും വാർത്തയാക്കി. പക്ഷേ വൻകിട മാധ്യമങ്ങളിൽ അവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് തമസ്കരിച്ചു. കോൺഗ്രസുമായുള്ള ശീതയുദ്ധം ഇക്കൂട്ടർ തുടരാനാണ് സാധ്യത. മതവർഗീയ ശക്തികൾ ഓരോ ദിവസവും വേഷപ്രച്ഛന്നരായി സ്വന്തം വക്താക്കളെ ഈ പ്രചാരണ യുദ്ധത്തിൽ കടത്തിവിട്ട് സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി യുദ്ധം ഒരു മറയാണ്. അനുകൂലമായ തെളിവുകൾ കിട്ടാതെ വരുമ്പോൾ എന്തും വിശ്വസിക്കാനുള്ള പ്രവണതയിൽ പെട്ടുപോകുന്ന പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കാനാണ് ഈ ശിഥിലീകരണ ശക്തികൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികനായ സഖാവായ ജി ശക്തിധരന് പോലും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തുറന്നെഴുതാൻ തക്ക വിധം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു പോക്ക്
അപകടത്തിലേക്കാണ്. കോൺഗ്രസ് പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് സതീശൻ ഒരു ഉപകരണം മാത്രമായി മാറിയിരിക്കുന്നു. കാരണം അധികാരം കയ്യിൽ കിട്ടാനായി സതീശൻ എന്ത് നാറിയ കളിയും കളിക്കും എന്നത് നമ്മൾ കണ്ടതാണ്. ഇനി വരാൻ പോകുന്നതാണ് കണ്ടറിയേണ്ടത്. കേരളത്തിലെ മറ്റൊരു പിണറായി വിജയനായി മാറുമോ വി ഡി സതീശൻ? അത് വർഗീയ ശക്തികളുടെ കൈകളിലേക്ക് കേരളം എത്തിപ്പെടുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇനി എന്തായാലും തുടക്കം ആയിട്ടേയുള്ളൂ. ഇനി വരുന്ന ഓരോ നാളുകളും ഓരോ മണിക്കൂറുകളും നിർണായകം തന്നെയാണ്. സതീശൻ്റെ പോക്ക് എങ്ങോട്ടാണ്, സതീശനെ നിയന്ത്രിക്കുന്ന ലീഗിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.